സോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളും വെച്ച് വേറെ നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ നല്ല ഗൈസ്, നമ്മൾ ഓൾഡ് ആയിട്ടുള്ള നമ്മുടെ സീനിയേഴ്സ് പ്ലേയേഴ്സ്, അതായത് 2017 കാലഘട്ടങ്ങളിൽ കളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫ്രീ ഫയർ പ്ലേയേഴ്സ് അവന്മാരിപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതുപോലെ നമ്മൾ ഇതേപോലത്തെ ഒരുപാട് കണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണ്ടൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ ചെക്കൗട്ട് ചെയ്തേക്കട്ടെ ഗൈസ്. അപ്പോൾ അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അതെല്ലാം ഒട്ടും പറഞ്ഞ ലാഗും കാര്യമൊന്നും അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് നമ്മുടെ ഗാൻ ഗെയിമിംഗ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ഓൾഡ് ലൈവ് സ്ട്രീമെന്നും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാൻ ഗെയിമിംഗ് ആണ് ഇപ്പോൾ ഗെയിമും കാര്യങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കാർ 98 MB40, അതുപോലെ നമ്മളൊരു പിസ്റ്റലും കാര്യങ്ങളും വെച്ച് നമ്മുടെ ഗെയിം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പുള്ളിക്കാരൻ എടുത്തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കാർ 98 വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ആ ഒരു പ്ലെയർ ആണെങ്കിൽ കറക്റ്റായിട്ട് എൻ്റെ എംലോക്ക് ആവുന്നില്ല. ബട്ട് ആ ഒരു നേരത്തെ നേരെ എനിമി നമ്മുടെ ഗാൻ ഗെയിമിങ്ങിനെ സ്പോട്ട് നൈസായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗാൻ ഗെയിമിങ്ങിനെ തീർത്ത പ്ലെയറുടെ ഐഡിയ അല്ല കേട്ടോ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഗാൻ ഗെയിമിങ്ങിൻ്റെ ടീംമേറ്റ് ഉള്ള ഒരു പ്ലെയർ, ഈ ഒരു പ്ലെയറുടെ ഐഡിയും കാര്യങ്ങളും നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തുണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നോക്കുകയാണ് ഗൈസ്, ഒരു പുള്ളിക്കാർ ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ കാണിക്കുന്നത്, അതായത് പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ ഓൺലൈനിലായി കളിക്കുന്നൊരു പ്ലെയറാണ്, അതായത് നിലവിലായിട്ട് ആക്റ്റീവായി കളിക്കുന്നൊരു പ്ലെയറാണ് തന്നെ എന്ന് പറയാം. കാരണം ഇപ്പോൾ ഓൺലൈനിലുള്ളൊരു പ്ലെയർ കൂടെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു പുള്ളിക്കാരൻ ഐഡിയും കാര്യങ്ങളും ജസ്റ്റ് നോക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് നമ്മുടെ 7 year old എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പുള്ളിക്കാരൻ ഫസ്റ്റ് മുതലേ കളിക്കുന്നൊരു പ്ലെയറാണ് ഗൈസ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ലെവൽ ഒന്നും പറയാനില്ല, 82 ലെവലും കാര്യങ്ങളുണ്ട്. നെയിമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേരും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം വെറുത്തായുള്ള കളക്ഷൻസും വെറുത്തായുള്ള ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഗിൽഡ് കുറേ പേർക്ക് അറിയാം ആരുടെ ഗിൽഡാണ് എന്താണെന്നൊക്കെ. നിങ്ങൾ അറിയാവുന്നവരൊക്കെ ജസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ഇയറായി നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരാണ് CS-ഉം BR-ഉം കാര്യങ്ങളും മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചുള്ളൊരു വെറുത്ത അക്കൗണ്ട് തന്നെയാണ്. അത്യാവശ്യം കളിക്കുന്നൊരു പ്ലെയറൊക്കെ തന്നെയാണ്. കാരണം 82 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ ആക്റ്റീവാണ് ഗൈസ്. ഒരുപാട് സന്തോഷമാണ്. കാരണം ഇങ്ങനത്തെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ. ഉള്ള പ്ലേസ് ഇപ്പോഴും കളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ അറിയുന്നവരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ അക്കൗണ്ടൊക്കെ ഇനി കാണിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും വെച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും നമ്മൾ എടുത്തിരുന്നു ഗാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗാൻ ഗെയിമിങ് ഇവിടെ നമ്മുടെ ഗാൻ ഗെയിമിങ് കാർണൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിമീനെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരെ നമ്മുടെ ഗാൻ ഗെയിമിംഗ് ആണ് ഞാൻ എനിമീസിനെ അടിക്കാൻ നോക്കുന്നത്. നമ്മുടെ ഗാൻ ഗെയിമിങ് നല്ല രീതിയിൽ ഹെഡും കാര്യങ്ങളും കൊണ്ടിട്ട് വെസ്റ്റിൻ്റെ അവിടെ നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളും കൊണ്ട് വെസ്റ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹെൽത്തും കാര്യങ്ങളൊക്കെ കൂട്ടിയും കൊണ്ടിരിക്കും നമ്മുടെ ഗാൻ ഗെയിമിങ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെ ഇട്ട് വരട്ടെ ചെറിയ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗാൻ ഗെയിമിങ്ങിൻ്റെ PCയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ PC ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ നോക്കിയ സമയത്താണ് എൻ്റെ പുള്ളിക്കാരൻ വേറെ ഏതൊരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ കളി കാണുന്നത്. അപ്പോൾ സോണിൽപ്പെട്ട് എലിമിനേറ്റ് ആയതാണ് എന്തെന്ന് അറിയത്തില്ല. അപ്പോൾ അയാളുടെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ടീമേറ്റായിട്ടുള്ള ഈ ഒരു പ്ലെയറാണെന്ന് തോന്നുന്നു. അയാളുടെ ഐഡിയും കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോകുന്നത്. ആണ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയത്തില്ല. 30 days ആയിട്ടുണ്ട്. നിലവിൽ ആക്റ്റീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നേരെ ഐഡിയും കാര്യം ജസ്റ്റ് നോക്കി നോക്കുക. ചെക്കൗട്ട് ചെയ്തിട്ടില്ല, നേരെ ചെക്കൗട്ടും കാര്യം ജസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നേരെ ഐഡിയോട്ട് നേരെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ പ്രൊഫൈലും കാര്യങ്ങളും എടുത്ത സമയത്താണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ ആക്റ്റീവ് അല്ല എന്ന് തോന്നുന്നു. ഇന്നാക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ബട്ട് ആ ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ 7 year 6 year old എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൊതിയാവാണ് ഗൈസ് നമുക്ക് ഇതുപോലത്തെ ബാനറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, വിഷയം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ ബാഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഫസ്റ്റ് ലൈറ്റ് മുതലുള്ള ബാഡ്ജ് ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് ലൈറ്റ് അങ്ങനെ ഉണ്ടെന്നാലും ബാഡ്ജും കാര്യം കളിച്ചു. പിന്നെ നമ്മുടെ പുതിയ ബൂയാ പാസ് സമയത്ത് പുള്ളിക്കാർ ഓരോരോ ബാഡ്ജായിട്ട് ഓരോരോ മന്തിൽ എടുത്തിട്ടുണ്ട്. എല്ലാ മന്തിലും എടുത്തിട്ട് 2-3 മന്തിലായിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ എന്ന് പറയാം. 7 year old കാര്യങ്ങളൊക്കെ ഉള്ള ഐഡിയ ആണല്ലോ. അതിനനുസരിച്ചുള്ള വെറുതെ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഫ്രീ ആയിട്ട് കിട്ടിയതേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്ററോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല ഈ ഒരു പുള്ളിക്കാരൻ. അത്യാവശ്യം കുഴപ്പമില്ല അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു ബാനർ ഉണ്ടാവുകൊണ്ട് അത്യാവശ്യം റെയർ ആണ് എന്ന് വേണം പറയാം. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ വില എന്താണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം.
പിന്നത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാനിങ് ഗെയിമിംഗ് ആണെങ്കിൽ ഒരു പ്ലെയറിനെ നോക്കും കാര്യങ്ങളായിട്ട് നേരെ മേലുള്ള ഒരു പ്ലെയറിനെ തീർക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഗാനിങ് ഗെയിമിങ്ങിന് എവിടെ നിന്നൊക്കെ അടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് സോണായിട്ടുണ്ട് ഏതാണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗാനിങ് ഗെയിമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ നൈസ് തന്നെ ഗാനിങ് ഗെയിമിങ്ങിന് തീർത്ത്. അപ്പോൾ നമ്മുടെ ഗാനിങ് ഗെയിമിങ്ങിൻ്റെ ടീംമേറ്റിൻ്റെ ഐഡിയ നമ്മൾ നോക്കാൻ പോകുന്നത്. ഗാനിങ് ഗെയിമിങ്ങിന് തീർത്ത പ്ലെയർ നമ്മുടെ ഗാനിങ് ഗെയിമിൻ്റെ ടീംമേറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാൻ പോകുന്ന ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ ഐഡിയും കാര്യങ്ങളും നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പിയും കാര്യങ്ങളും ചെയ്ത് നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ബാനറും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. 59 ലെവലും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് അക്കൗണ്ടിലോട്ട് കയറി നോക്കുന്ന ആ ബാനർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ ഒരു പുള്ളിക്കാരൻ ഫസ്റ്റ് ഹൈലൈറ്റ് ഇതിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ 7 ഇയർ ഓൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ആ ഒരു അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആണ് ഈ ഒരു അക്കൗണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ബാഡ്ജസ് കണ്ടതിന് മനസ്സിലാവും. സക്കുറ ബണ്ടിലുള്ള ആ ഒരു ബാഡ്ജ്, അതുപോലെ തന്നെ സെക്കൻഡ് ലൈറ്റ് ഫസ്റ്റ് ലൈറ്റ് ആണ്. കുറച്ച് ലൈറ്റ് പാസും കാര്യങ്ങളും കളിച്ചിട്ട് വെറുത്ത അക്കൗണ്ടാണ് ഗൈസ്. വെറുത്ത അക്കൗണ്ട് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്ററോ കാര്യങ്ങളൊന്നും അടിച്ചിരുന്നാലും കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് വേണമെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയിൽ നിങ്ങളെ ഏതെങ്കിലും ഐഡീസും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നിങ്ങൾ ഐഡീസിൽ എത്രത്തോളം ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നിങ്ങൾ അതുപോലെ മറക്കാവുന്ന കമൻറ്റ് ഇട്ടേക്കുക. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ലെവലുള്ള എത്ര പ്ലേസ് ഉണ്ട്. അത് 6 ഇയറോ 7 ഇയറോ ഒക്കെ ആയിട്ട് കളിക്കുന്ന പ്ലേസ് ഇപ്പോഴും നിലവിലുണ്ടോ, മലയാളി പ്ലേസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ പ്ലേസിൻ്റെ ഒരു ഐഡി ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഞാൻ സെർച്ച് ചെയ്തിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നു.